നമസ്കാരം. അമേരിക്കൻ ജാലകത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജാലകം തുറന്നാൽ വിസ്മയം, ജാലകം തുറന്നാൽ അത്ഭുതം, മലയാള പെരുമ നിറയും ജാലകം, അമേരിക്കൻ ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം, അമേരിക്കൻ ജാലകം. പുതുവർഷമാണ്. നിറഞ്ഞ മനസ്സോടെ തന്നെ നമുക്ക് ഈ പുതുവർഷത്തെ സ്വീകരിക്കാം. കഴിഞ്ഞ വർഷത്തെ ദുരന്ത സ്മൃതികൾ മറക്കാം. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം. ഇനി നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മനസ്സിൽ കാത്തു സൂക്ഷിക്കാം. നമുക്ക് ഇനിയും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പ്രയത്നിക്കാം. ഇങ്ങനെ നമ്മൾ നല്ല റിവൈവ്ഡ് ആൻഡ് റീചാർജ്ഡ് ആയിട്ട് ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഈ ന്യൂ ഇയറിനെ നമുക്ക് വരവേൽക്കാം. ഈ അവസരത്തിൽ ജാലകം ആദ്യമായി നമ്മെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നോക്കാം. നമസ്കാരം. ഹ്യൂസ്റ്റണിലെ ക്രൈസ്തവ മാർത്തോമ വിശ്വാസികളെ 4 പതിറ്റാണ്ടുകളോളം സത്യമാർഗത്തിൽ സഞ്ചരിക്കാൻ സഹായിച്ച ട്രിനിറ്റി മാർത്തോമ ഇടവക അതിൻ്റെ 40ാം വാർഷികം സമുചിതമായി കൊണ്ടാടുകയാണ്. ഈ ആഘോഷവേളയുടെ വിവിധ ഭാഗങ്ങളാണ് ഇന്നത്തെ അമേരിക്കൻ ജാലകത്തിൽ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇടവകയിലെ 40 സീനിയേഴ്സിനെ കൊണ്ട് 40 വൃക്ഷത്തൈകൾ പള്ളി പരിസരത്ത് നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് വാർഷിക ആഘോഷത്തിന് സമാപനം കുറിച്ചത്. മർത്തോമാ സഭയുടെ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് എപ്പിസ്കോപ്പ ആദ്യ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എപ്പിസ്കോപ്പൽ ജൂബിലിയോടനുബന്ധിച്ച് ഡയസിസിൽ വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നടന്നുണ്ട്. എന്നാൽ 40 വൃക്ഷത്തൈകൾ ഒരുമിച്ച് നടന്നത് ആദ്യമായിട്ടാണ്. അതിൽ ഒരു പ്രത്യേകതയുണ്ട് എന്നത് ഞാൻ ഈ അവസരം ഓർക്കുകയും ആ ഉദ്യമത്തിന് നേതൃത്വം നൽകിയ വികാരിയച്ഛന്മാരെയും ഇടവക ചുമതലക്കാരെയും വന്നേച്ചാർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും കർത്താവ് ഉദ്യമത്തെ വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ എളിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സൺഡേ സ്കൂൾ കുട്ടികൾ സേനീൻ യഹോവേ എന്ന ഗാനം ആലപിച്ച് ഇടവക ഗായ സംഘം, സഭാവിശ്വാസികൾ എന്നിവർ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ദേവാലയത്തിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു. ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് എപ്പിസ്കോപ്പ, ഓർത്തഡോക്സ് സഭ സൗത്ത് വെസ്റ്റ് ഭദ്രാസന ബിഷപ്പ് അലക്സിയോസ് മാർ യൂസേബിയസ് മെത്രോപൊലിത്ത, ഹ്യൂസ്റ്റണിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ പി ഹരീഷ്, ഹ്യൂസ്റ്റൺ ഹാരിസ് കൗണ്ടി ഷെരീഫ് ചീഫ് എഡ്രിയൻ ഗാർസിയ,
വൈദികർ, ഇടവക ഭാരവാഹികൾ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം വഹിച്ചു. തുടർന്ന് 40ാം വാർഷിക ആഘോഷത്തിന് വിശിഷ്ട അതിഥികൾ ആശംസകൾ നേർന്നു. Now I call upon our Malayalam choir to sing our 40th year theme song. The song was written and composed by Sam Rojanuman, specifically for our 40th year programs. It is a blessed evening as God Almighty enabled us to gather at this sanctuary and thank God for His manifold blessings we received throughout 40 years of this church's existence. It is God's grace that we could be united as a faith community in a very different land and in a different culture like this. I thank God for all those who initiated to pray together and worship together, and which ultimately helped for the formation of Trinity Martha Church, Houston. Ever since the Trinity Martha Church decided to celebrate 2014 as 40th year Thanksgiving year, a thought came, how? More than worshiping with a thankful heart, reaching out to neighboring community and those in India came to our mind. Immediately after the inauguration of Thanksgiving celebrations on June 8 by Right Reverend Dr. Thomas Mar, Titos Episcopa, several humanitarian projects shaped up under the leadership of our Vicar, Reverend Kochikoshi Abraham, and Reverend Roye Thomas, our youth chaplain. Is again a historical happening in the history of the Martha Church, when the pioneers and the faithful gathered together, committed themselves, and dedicated this place of worship over here. We are marking 40 years of our existence, and as far as this place of worship is concerned, we are marking 30 years of its existence. 40th year, it's a milestone. And when you celebrate this day today and think over the next future of the church, I, on behalf of the Malangere Orthodox Church here, I wish my prayers and blessings and greetings for the future plans, projects, and mission of the Marthoma community here in Houston. It is my pleasure to publish a souvenir in connection with the 40th year Thanksgiving celebration of Trinity Martha Church.
Royal Tours and Travel for all your travel needs anywhere in the world, whether it is travel, tour, or cruise. Book early and save money. Call our experienced travel consultants at 281-499-2359 or 832-252-7500. I'm honored to introduce a great friend of our community and a distinguished member of India's Foreign Service, the one and only Consul General of India, Houston. Mr. Harris joined the Indian Foreign Service in 1990 and joined Houston Consulate on July 30, 2012. It was, of course, in the fertile soil of India that a seed from a far-off land came. It matured and became a huge tree and flowered for decades and centuries. In a similar manner, 40 years ago, a seed from a far-off land came to this fertile soil, and for 40 years it has flowered and matured. I think this is a great testament to us as a people and to India as a country and to United States as a country that we have multicultural, multilingual, multi-religious approaches where everybody can live, everybody can keep their faith, and where everybody can contribute to the common upliftment of humanity. And remember that 40 years ago, it may have been a challenge for this church to be created. Never, ever take for granted the blessings that we have, because your parents, your grandparents have sacrificed a great deal, have suffered so that you would not suffer. But sometimes when we make that road easier, we also make it easier to forget. And so to the young people here tonight, I ask you to always, always hug, kiss, love, and honor your parents. Never to forget where you come from. And I think that when we always remember that our culture, our community, our heritage, our language, that we continue to make the greater community stronger, because we realize that diversity is a strength, it's a resource that will bring us together and help us weather any storms that may be in front of us. God bless you, and thank you for all you have done. And now let me see if I can get this right. Nandi. Hitherto thy love has blessed me, thou hast brought me to this place, and I know thy hand will bring me safely home by thy good grace. Jesus sought me when a stranger, wandering from the fold of God. He to rescue me from danger brought me with his precious blood. You have been enriched. From 40 years to until now, God has blessed us. On every occasion, you can be generous. So your prayer, your effort, your intelligence, your whatever the God has given us, only when you are generous on every occasion, then your prayer will be heard, and that is the thanksgiving to God. If you look back, God has made you a shining star. Not to stand still, but to give your light, not limited to the church sphere, not limited to the walls, but you have to go out of the walls. For on this day, as we celebrate the 40th year of the Trinity Marthoma family, we celebrate
all the ways in which the Lord has enabled us to gain the victory in many areas of ministry for the sake of the kingdom of God. And yet we also stand in a place, a crossroads of responsibility, of determining our destiny in journeying forward as a faith community. As part of the 40th year Thanksgiving celebrations, we were doing a 40th year souvenir. And of course, the souvenir was to raise funds for helping various mission and charity projects of the 40th year. Many of our members worked towards getting sponsorship for this souvenir, and I take this opportunity to appreciate all their hard work. 40ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഭദ്രാസന ബിഷപ്പ് ട്രോഫി വിതരണം ചെയ്തു. അഭിവന്യ ഡോക്ടർ ഗീവറിയസ് മാർ തിയഡോഷ്യസ് എപ്പിസ്കോപ്പയും ജനറൽ കൺവീനർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ റവറൻ കൊച്ചുഘോഷി എബ്രഹാമിനൊപ്പവും വാർഷിക ആഘോഷത്തെപ്പറ്റി വിശദീകരിക്കുകയുണ്ടായി. 40 സംവത്സരം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. തങ്ങളുടെ പ്രവർത്തനം, സമർപ്പണം, അത്യധ്വാനം, ദർശനം, അതിൻ്റെ സാക്ഷാത്കാരം ഇതെല്ലാം സമഞ്ജസമായി ചേർന്ന് വരുന്ന ഒരു സുദിനമായിട്ടാണ് 40ാം വർഷത്തെ ആഘോഷത്തിൽ കാണുവാനായിട്ടിടയാവുന്നത്. വേദപുസ്തകത്തിൽ 40 സംവത്സരങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. അതുകൊണ്ട് 40ാം വർഷം പൂർത്തീകരിച്ച ഹ്യൂസ്റ്റണിലെ ട്രിനിറ്റി മാർത്തോമാ ഇടവക 40ാം വർഷം ആഘോഷിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അമേരിക്കൻ ജാലകം. Royal Tours and Travel for all your travel needs anywhere in the world, whether it is travel, tour, or cruise. Book early and save money. Call our experienced travel consultants at 281-499-2359 or 832-252-7500. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമാ ഇടവകയുടെ 40ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാരവാഹികളാണ് ഇന്നിപ്പോൾ നമ്മളോടുകൂടെ ഉള്ളത്. ഇടവക വികാരി റവറൻറ്റ് കൊച്ചുഘോഷി എബ്രഹാമിനോടൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഈ ഇടവകയെ സംബന്ധിച്ചോളം ഈ ഭദ്രാസനത്തിലെ ഏറ്റവും പഴയ ഇടവകയും വലിയ ഇടവകയിലും ഒന്നാണ്. ട്രിനിറ്റി എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. തൃത്വ ദൈവ വിശ്വാസമാണല്ലോ, പിതൃപുത്ര പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. അത് സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ്. ആ ഒരു നാമകരണത്തിലാണ് ഈ ഇടവക അറിയപ്പെടുന്നത്. ജീമോൻ, 40ാം വാർഷിക ആഘോഷം സംഘടിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? കഴിഞ്ഞ മെയ് മാസം മുതൽ ആരംഭിച്ചതായ 40ാം വാർഷികാഘോഷ പരിപാടികളിൽ ഏതാണ്ട് 100 പേരോളം അടങ്ങുന്ന വിവിധ കമ്മിറ്റികളാണ് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് ഇതുവരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുവിധത്തിലുള്ള പ്രതിസന്ധികളും ഞങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആൽറിൻ, ഇടവക സെക്രട്ടറി എന്ന നിലയിൽ താങ്കളുടെ ചുമതലകൾ എന്തെല്ലാമായിരുന്നു? My responsibilities as secretary for this church included many items. In addition, this year, as we celebrated our 40th year, we had several other programs that we as a team worked together, coordinated and planned out, including this grand finale. ജോജി, 40ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടവക നേരിട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടോ? വാർഷികത്തോടനുബന്ധിച്ച് ലോക്കൽ മിഷൻ, എബ്രോഡ് മിഷൻ, ഇങ്ങനെ 2 മെയിൻ പ്രോജക്ട്സ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ലോക്കൽ മിഷൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇവിടുത്തെ നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റിയെ
അവിടെ പ്രസൻസിൽ കൂടെ, ഞങ്ങളുടെ പ്രസൻസിൽ കൂടെ അവരെ അപ്രോച്ച് ചെയ്യുക. പിന്നെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതൊക്കെ കൊടുക്കുക. എബ്രോഡ് മിഷൻ്റെ ഭാഗമായിട്ട് ഒരു വില്ലേജ് നാട്ടിൽ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് മേജറായിട്ടുള്ള പ്രോജക്ട്സ്. ലോക്കൽ മിഷൻ വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു മിഷൻ പ്രോജക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ. ഷാജിമോൻ, 40-ാം വാർഷികം ഇത്ര ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചെങ്കിൽ സുവർണ ജൂബിലി ആഘോഷം എത്രമാത്രം മോടി പിടിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ട്രിനിറ്റി മാർത്തോമ ചർച്ചിൻ്റെ 40-ാം വർഷ ആഘോഷത്തിൽ ഈ ഇടവയുടെ ട്രസ്റ്റി ആയിട്ടിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ 40 വർഷത്തെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായ ഒരു സംഭവം ഹരിതവൽക്കരണമാണ്. ഈ 40 വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ചർച്ചിൻ്റെ യാർഡിൽ 40 വൃക്ഷത്തൈകൾ ഞങ്ങൾ നടുകയുണ്ടായി. മാത്രമല്ല, ഈ ഇടവയുടെ മറ്റ് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നാട്ടിലുള്ള പല ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. തുടർന്ന് വരുന്നതായ 50-ാം വർഷം സുവർണ ജൂബിലി, തുടർന്ന് വരുന്നതായ തലമുറ അത് വളരെ ഭംഗിയായി സാമൂഹ്യ സേവനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അത് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇടവകയിലെ കലാകാരന്മാരെ അണിനിരത്തി വിവിധ കലാപരിപാടികളോടെ 40-ാം വാർഷിക ആഘോഷത്തിന് സമാപനമായി. ഗ്രാമർ പഠിപ്പിക്കാം. ഞാൻ ഹിന്ദിയിൽ തും വെച്ചാൽ നീ എന്തോ ചെയ്യും? ഞാൻ ഹേ വെക്കും. ഞാൻ ഹിന്ദിയിൽ ഹം വെച്ചാലോ? ഞാൻ ഹും വെക്കും. ഓക്കെ, അത് രണ്ടും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹിന്ദിയിൽ ആപ്പ് വെച്ചാലോ? സാറ് ഹിന്ദിയിൽ ആപ്പ് വെച്ചാൽ ഞാൻ സാറാന്നൊന്നും നോക്കത്തില്ല. ഞാൻ മലയാളത്തിൽ നല്ല പാര വെക്കും. നമ്മുടെ 40th ആനിവേഴ്സറി പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി കലക്കിയില്ലേ? ഞാൻ അന്നേരമേ പറഞ്ഞതാ, നമ്മുടെ പിള്ളേരുടെ പരിപാടിയായിരിക്കും ഏറ്റവും നല്ലതെന്ന്. എനിക്ക് പ്രോഗ്രാമിന് വരാൻ പറ്റിയില്ല. തലേന്ന് ബോസ് വിളിച്ചൊരു പ്രോജക്റ്റ് അങ്ങ് തന്നു. ഏതായാലും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ. 40th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ട്രിനിറ്റി മാർത്തോമ ചർച്ചിലെ എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തിൻ്റെ
ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ പുതുവർഷത്തെ നമുക്ക് അതിൻ്റെ സമസ്ത സൗന്ദര്യത്തോടും കൂടി തന്നെ സ്വീകരിക്കാം. ജാലകത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിൽ അയയ്ക്കുക americanjalagam@asianetglobal.com. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. വിണ്ണിൽ തൊട്ടു നിൽക്കും മണ്ണിൻ മിഴിയായി ജാലകം, തീരാ വർണ്ണജാലം നിറയും മഴയായി ജാലകം. അമേരിക്കൻ ജാലകം.